ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ് SSC CGL. ഇത് നമ്മളെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. വിത്തിൻ ഒരു 2-3 months എക്സാം നടക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അപ്ലിക്കേഷൻ വരും, അപ്ലിക്കേഷൻ്റെ ഡേറ്റും വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് CGL, അതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പെർക്സ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ അടിയിൽ വളരെ കൺസേണിങ് ആയിട്ടുള്ളൊരു കമൻറ്റ് വന്നു. ഇന്ത്യയിൽ ഇത്ര ആളുകൾ എഴുതുന്നൊരു പരീക്ഷയാണ്, എന്നിട്ട് വേക്കൻസി ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുക? ഇത് പഠിക്കാൻ ഇറങ്ങുന്നത് ഒരു ട്രാപ്പ് അല്ലേ? ആലോചിച്ച് മാത്രം ഇത് പഠിക്കുന്നതിനെ പറ്റി ചിന്തിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള നന്ദു ആണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. സക്സസ് റേറ്റ് 1% താഴെയാണ്, 0.5% താഴെയാണ്. അതുകൊണ്ട് ചിന്തിച്ചിട്ടൊക്കെ മാത്രം തീരുമാനം എടുത്താൽ മതി എന്നാണ് നന്ദു പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണല്ലോ. ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷ, അതിനെ ഇത്രത്തോളം നമ്മൾ മഹത്വവൽക്കരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരു ട്രാപ്പ് അല്ലേ എന്നൊരു തോന്നൽ സ്വാഭാവികമാണ്, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവേണ്ടതാണ്. ഞാൻ മുമ്പും ഒരുപാട് കമൻറ്റ് ബോക്സുകളിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. പലരുടെയും മനസ്സിലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒരു പകുതി സംശയത്തോടെ പ്രിപ്പയർ ചെയ്യാനുള്ള കാരണമായിട്ട് ഈ ഒരു ചോദ്യത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യുക. അതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിത്ത് പ്രോപ്പർ കണക്ക്, കൃത്യമായ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് SSC CGL കോമ്പറ്റീഷൻ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ആവറേജ് കണക്കിൽ ആദ്യം തുടങ്ങാം. ആവറേജ് അപ്ലിക്കൻസ് 30 ലക്ഷമാണ്. അതായത് ഒരു വർഷം സാധാരണയായി അപ്ലൈ ചെയ്യുന്ന ഒരു സാധാരണ വർഷമാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം 30 ലക്ഷത്തിൻ്റെ അടുത്തായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം, എന്നാലും 30 ലക്ഷമാണെന്ന് നമുക്ക് പറയാം. ഇനി വേക്കൻസി കൂടുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2022 വേക്കൻസി വല്ലാതെ കൂടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 30,000-അടുത്ത് വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ന്യൂസും വന്നു, വല്ലാതെ കൂടുതലാണെന്ന് പറഞ്ഞ് ന്യൂസ് വന്നു. നമ്മുടെ മലയാളത്തിൽ അടക്കമുള്ള പേപ്പറുകളിലൊക്കെ വാർത്തയായി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 40-45 ലക്ഷം ആളുകൾ എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ ഈ 30 ഏകദേശം കണക്കായി നിൽക്കുന്നത്. ഇനി വേക്കൻസികൾ കുറയുന്ന സമയത്ത് ഒരു 8,000 വേക്കൻസി വരുന്ന 8,000 വന്ന സമയത്ത് 24 ലക്ഷം അങ്ങനെ എന്തിലേക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ആവറേജ് കണക്കെടുക്കുന്നത് ഒരു സാധാരണ വർഷത്തിൽ ഒരു 30 ലക്ഷം അപ്ലിക്കേഷനും അതുപോലെ ഒരു 15,000 വേക്കൻസിയും. ഇപ്പോൾ ഈ 2025 അങ്ങനെയായിരുന്നു. 15,000-അടുത്ത് വേക്കൻസി, 30 ലക്ഷത്തിനടുത്ത് അപ്ലിക്കേഷൻ. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 30 ലക്ഷം ആളുകളിൽ നിന്നും വെറും 15,000 ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ വലിയൊരു കോമ്പറ്റീഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. വലിയൊരു ഗ്രൂപ്പിൽ നിന്നും വളരെ ചെറിയൊരു ഗ്രൂപ്പിനെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓക്കെ, ഭയങ്കര വലിയ കോമ്പറ്റീഷനാണ്, നമുക്ക് ടെൻഷൻ ആവണം, ഇത്രയും വലിയൊരു ക്രൗഡ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈ ക്രൗഡിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കണം. ആ സ്വഭാവത്തിലാണ് CGL പഠിക്കുന്ന കുട്ടികൾ ക്ലിയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, എന്താണ് അവിടുത്തെ സ്വഭാവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 30 ലക്ഷം ആളുകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെ മത്സരിക്കുക. നിങ്ങൾ CGL അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. 30 ലക്ഷം ആളുകൾ നിങ്ങളുടെ കൂടെ അപ്ലൈ ചെയ്തു. ഇനി ഈ 30 ലക്ഷം ആളുകളിൽ പരീക്ഷ നടക്കുന്നതിന് മുന്നേ കുറേ ആളുകൾ അങ്ങ് തോറ്റുപോകും. എങ്ങനെയാണെന്നറിയാമോ? CBT 1 നടക്കുന്നതിന് മുന്നേ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് 6 മുതൽ 10 ലക്ഷം വരെ ആൾക്കാരാണ്. അതായത് 30 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10-24 ലക്ഷം ആളുകളെ പരീക്ഷ എഴുതുള്ളൂ. പരീക്ഷ പ്രിലിംസ് ടയർ 1 നടക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 6-7 ലക്ഷം ആളുകൾ എന്തായി, ഔട്ടായി. ഒരു 20-30% ഇടയ്ക്കുള്ള ആളുകൾ അപ്പം തന്നെ കോമ്പറ്റീഷൻ ഔട്ടായി എന്നുള്ളതാണ് അർത്ഥം. അപ്പം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വെറുതെ ഇരുന്ന് പരീക്ഷയ്ക്ക് പോയി. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ഈ 30 ലക്ഷത്തിൽ നിന്നും നിങ്ങളുടെ റാങ്ക് 30 ലക്ഷം എന്നുള്ളത് ഒറ്റച്ചാട്ടത്തിൽ എത്രയായി, 22 ലക്ഷത്തിലേക്കോ 23 ലക്ഷത്തിലേക്കോ ഒക്കെ എത്തും. കാരണം വെറുതെ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. നിർബന്ധം കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പെട്ടെന്ന് പത്രത്തിലൊരു ന്യൂസ് കണ്ടതുകൊണ്ട് അപ്ലൈ ചെയ്ത ആളുകൾ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിർബന്ധിച്ച് അപ്ലൈ ചെയ്ത് കൊടുപ്പിച്ച ആളുകളൊക്കെ ഉണ്ടാവും. ഇവരൊന്നും എന്ത് ചെയ്യില്ല, പരീക്ഷ എഴുതില്ല. ഇതെല്ലാ പ്രാവശ്യവും നടക്കുന്നതാണ്. മിക്ക എക്സാമുകളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇങ്ങനൊരു കാര്യം ഇവിടെ നിങ്ങൾ ഓർക്കണം. അതായത് ഈ 30 ലക്ഷത്തിൽ ഇത്ര ആളുകൾ ആദ്യം തന്നെ ഔട്ടായി പോകും. ഇനി ബാക്കി പരീക്ഷ എഴുതാൻ വരുന്ന ആളുകളിൽ ഒരു വലിയ ക്രൗഡ് ഉണ്ട്. ആ ക്രൗഡിൻ്റെ പ്രത്യേകത എന്താ? ഒന്നെങ്കിൽ പിക്നിക് ആസ്പിരൻസ് ആയിരിക്കും. അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, PSC എഴുതാൻ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, SSC എഴുതാൻ പോയേക്കാം. എന്നിട്ട് അവിടെ പോയി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് നേരം എക്സാം എഴുതുന്ന സമയത്ത് അവിടെ കിടന്നുറങ്ങി എഴുന്നേറ്റ് പോകുന്ന ഒരുപാട് ആളുകളെ നിങ്ങളുടെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരൊക്കെയാണ് പിക്നിക് ആസ്പിരൻസ്. ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി
കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. ഈ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയി ഭാവിയിൽ ഇത് പഠിക്കണം, ഭാവിയിൽ എനിക്ക് SSC വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന, ജോലി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ SSC ഒരു ഡേറ്റ് പറയും, ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവണം. ഈ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് എഴുതാൻ പറ്റും പരീക്ഷ, പക്ഷേ അവർ പറയുന്ന ഡേറ്റിനുള്ളിൽ ഈ ഡിഗ്രി റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഇവർക്കൊന്നും എന്ത് ചെയ്യില്ല, റിസൾട്ട് വരുമ്പോൾ അവിടെ അനൗൺസ് ചെയ്യപ്പെടില്ല. ഇനി ഇവർ വളരെ സീരിയസ് ആയി എഴുതി നല്ല സ്കോർ ഉണ്ടെങ്കിൽ പോലും റിസൾട്ടിൽ ഇവരെ പരിഗണിക്കില്ല, കാരണം ഡിഗ്രി ഇല്ലല്ലോ ഇവർക്ക്. പക്ഷേ ഡിഗ്രി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനും എഴുതാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരുപാട് ഡിഗ്രി സ്റ്റുഡൻസ് എക്സാം എഴുതും, കാരണം എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട്. അപ്പോൾ ആ ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാണ്, കോമ്പറ്റീഷൻ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനത്തതാണ് പാരൻസ് പ്ലാൻ. അതായത് പാരൻസ് നിർബന്ധിച്ചു കൊണ്ടുപോയി പരീക്ഷ എഴുതുന്ന ആൾക്കാർ, അവരും നമുക്ക് ഒരിക്കലും എന്തല്ല, ഒരു ത്രട്ടല്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ പോലും ഇതൊക്കെ കൂടെ കൂട്ടിയാലും ഒരു 10-22 ലക്ഷം ആൾക്കാർ തീർച്ചയായും നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ആളുകളാണ്. 22 ലക്ഷം ഒരു വലിയ നമ്പർ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ഞാൻ ഇനിയും ചെറുതാക്കി കാണിച്ചു തരാം. എന്നാൽ അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ത്യയിൽ സാധാരണയായി നടക്കുന്ന കേന്ദ്ര സർക്കാർ പരീക്ഷകൾ, ഉദാഹരണത്തിന് റെയിൽവേൻ്റെ ഗ്രൂപ്പ് ഡി പരീക്ഷ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 1,08,00,000 ആളുകളാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. 1,08,00,000 ആളുകൾ ഒരു ഓൾ ഇന്ത്യ പരീക്ഷ അപ്ലൈ ചെയ്യുന്നുണ്ട്. NTPC ആണെങ്കിലും 60 ലക്ഷം 65 ലക്ഷത്തിനടുത്ത് ആളുകൾ അപ്ലൈ ചെയ്യാറുണ്ട്. എന്നുള്ള സ്ഥലത്താണ് CGL ഏകദേശം 25 ലക്ഷത്തിൻ്റെ അടുത്ത് ആളുകൾ നമുക്ക് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ 30 ലക്ഷം ആളുകൾ പരീക്ഷ അപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ പരീക്ഷകളെ കാണുന്ന പോലെ ആരും CGL കാണുന്നില്ല, ഒരു ഭയത്തോടെയാണ് കാണുന്നത്. അവിടെ ഇംഗ്ലീഷ് ഉണ്ടെന്നുള്ള ഭയം ഒരുപാട് ആളുകൾക്കുണ്ട്, മാത്സ് ഉണ്ടെന്നുള്ള ഭയം ഒരുപാട് ആളുകൾ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആളുകളെയും പ്രശ്നം തന്നെയായിരിക്കും. ഇംഗ്ലീഷ് ഒരു ഭയമായി നിൽക്കുന്നുണ്ട്, മാത്സ് ഒരു ഭയമായി നിൽക്കുന്നുണ്ട്, GK ഒരു ഭയമായി നിൽക്കുന്നുണ്ട്. ആ ഭയമാണ് ഒരുപാട് ആളുകളെ ഇവിടുന്ന് ദൂരേക്ക് നിർത്തുന്നത്. ആ ഭയത്തിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, മറ്റ് പരീക്ഷകൾ വെച്ച് നോക്കുമ്പം ഇത് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, 2024 25 ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 1 കോടിയുടെ മുകളിലായിരിക്കും. NTPC അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 50 ലക്ഷത്തിൽ കൂടുതലായിരിക്കും. എന്നിട്ട് അതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അറിയാം ആളുകൾ ഒരുപാട് പേര് CGL ഭയക്കുന്നുണ്ട്. ആ ഭയക്കുന്ന പോയിന്റുകളെ നമുക്ക് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി കഴിഞ്ഞില്ല. ഇനി അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സാധാരണയായിട്ട് കട്ട് ഓഫ് വരാറുള്ളത് ഒരു 130 മാർക്കൊക്കെയാണ്. ഇത് ഒരിക്കലും സ്ഥിരമായി വരുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. ചില സമയത്ത് 150 വന്നിട്ടുണ്ട്, 110 വന്ന സമയമുണ്ട്, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ 120 വരുന്ന സമയമുണ്ട്. എന്നാലും ഒരു ആവറേജ്, ഞാനിപ്പോൾ പറഞ്ഞ 15,000 വേക്കൻസി ഒക്കെ ഉള്ള ഒരു നോർമൽ പരീക്ഷ നടക്കുന്ന സമയത്ത് 130 കട്ട് ഓഫ് വരിക. ഈ 130 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്ഥിരമായ ഒരു പാറ്റേൺ അവർ കീപ്പ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഭയങ്കര ബ്രില്യൻസ് അല്ല വേണ്ടത്, റിപ്പീറ്റ് ചെയ്തുള്ള ശീലമാണ് വേണ്ടത്. അതായത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 140 മാർക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഈ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഓക്കെയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി പ്രിലിംസ് എഴുതാം, പ്രിലിംസ് ക്ലിയർ ആവുകയും ചെയ്യും. എക്സാം എഴുതുന്ന ആളുകൾക്ക് അറിയാം, എക്സാം എഴുതി ടയർ 1 ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് അറിയാം. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് അത്യാവശ്യം മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതാന്നുള്ളൊരു സിഗ്നലാണത്. അതായത് നിങ്ങൾക്ക് വേറെ ഭീകരമായ ഇൻ്റലിജൻസോ ബ്രില്യൻസോ ഒന്നും ഇല്ലെങ്കിൽ പോലും കൃത്യമായി മോക്ക് ടെസ്റ്റുകളിൽ മാർക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ, മോക്ക് ടെസ്റ്റുകളൊക്കെ എപ്പോഴും ഒരേ പാറ്റേൺ ആയിരിക്കും. ഇപ്പോൾ 2025 മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ മതി, എല്ലാം ഒരേ പാറ്റേണാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അത് ഒരുപാടെണ്ണം ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് ഒരു 140 എത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം സേഫാണ്. നിങ്ങൾക്ക് ഈ CBT 1 എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ആരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതോ ആരും ഇതിനെപ്പറ്റി അറിയുന്നതോ ഇല്ല. ആകെ 1.5 ലക്ഷം ആളുകൾ, 15,000 വേക്കൻസി ഉണ്ടെങ്കിൽ 15,000 × 8 അല്ലെങ്കിൽ 15,000 × 9 1,35,000 ആളുകൾ, അല്ലെങ്കിൽ 1.5 ലക്ഷം ആളുകൾ, അങ്ങനെ തന്നെ എടുത്തോ. 1.5 ലക്ഷം ആളുകൾ മാത്രമാണ്, 1 ലക്ഷം to 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ CBT 1 അതായത് പ്രിലിംസ് ക്ലിയർ ചെയ്യുക. ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കോമ്പറ്റീഷൻ്റെ അകത്തുള്ളത്. അല്ലാത്ത ആളുകളൊന്നും കോമ്പറ്റീഷൻ അല്ല. നിങ്ങൾക്കൊരു പാറ്റേൺ തന്നു, ഈ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് 140 മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് ഫിക്സഡ് ആയി വരികയും എക്സാം പോയി എഴുതിയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നിങ്ങൾ പോലും ഈ CGL കോമ്പറ്റീഷനിലേക്ക് കടക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ CGL നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ബ്രില്യൻസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുമായിട്ട് ഏറ്റുമുട്ടുന്നത് ടയർ 2 ടയർ 1 ടയർ 1 നിങ്ങൾക്ക് ഒരു മാർക്ക് വെച്ചിട്ടുണ്ട്, ഈ മാർക്ക് വരെ പോയി മോക്ക് പഠിച്ചിട്ട് വന്നാ പറയുക. അവിടെ ഭീകര സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു ഏരിയ തന്നിട്ടുണ്ട്, ആ ഏരിയ പോയി പഠിച്ചിട്ട് വരിക.
നിങ്ങളെ എക്സാമുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മോക്കിൻ്റെ സ്കോർ 140ൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് ഈ 1.5 ലക്ഷം ആളുകളുമായിട്ട് നിങ്ങൾ മത്സരിക്കണം. അവിടെ മാത്രമാണ് കോമ്പറ്റീഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം നിങ്ങൾ എപ്പോഴാണ് കോമ്പറ്റീഷനിൽ കയറുക? 1.5 ലക്ഷത്തിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ഇന്ത്യയിലെ വളരെ സീരിയസ് ആയിട്ട് SSC CGL പ്രിപ്പയർ ചെയ്യുന്ന 140ൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ്. ഈ 1.5 ലക്ഷം ആളുകളിലാണ് നിങ്ങൾക്ക് മത്സരമുള്ളത്. ഈ 1.5 ലക്ഷത്തിൽ 15,000 ആളുകൾക്ക് എന്ത് ചെയ്യും? ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ 10%. ഓക്കെ, അതുവരെ നിങ്ങൾ കോമ്പറ്റീഷനിലില്ല, നിങ്ങൾ ഈ ഫീൽഡിലേ ഇല്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റുകൾ വൃത്തിയായി പഠിക്കുക. അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പറായി സ്ട്രക്ചറായി ചെയ്യുക. വെറുതെ മറ്റുള്ള ആളുകളുടെ പറയുന്ന അഭിപ്രായം, ഇപ്പോൾ ചിലരുണ്ടാവും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കി കിട്ടിയില്ല, അവരെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് ഇനി ആർക്കും പറ്റണ്ട എന്നുള്ളത് കൊണ്ട് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇത് അറിയാത്തത് കൊണ്ട് ഇത് ഒന്ന് നോക്കി ട്രൈ നോക്കി പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പാനിക് ആയതുകൊണ്ട് ഇട്ടിട്ട് പോയ ആളുകളുണ്ടാവും. അവരുടെ വാക്കുകൾ കേൾക്കാണ്ടിരിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 6 മാസം നല്ലൊരു പ്രിപ്പറേഷൻ നടത്തുക. അതിനുശേഷം ഒരു 6 മാസം നല്ലൊരു റിവിഷൻ നടത്താൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഒരു 140 മാർക്കിലേക്ക് നിങ്ങൾക്ക് 150 മാർക്കിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയാണ്. നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ ഈ 10%ലേക്കുള്ള വർക്ക് തുടങ്ങുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് 10% ആളുകളെ സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായും ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇതിനെ നെഗറ്റീവായി കാണുന്ന ആളുകളുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാത്തിനെയും നിങ്ങൾ നെഗറ്റീവായി കാണാണ്ടിരിക്കുക. ഇതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളില്ല എന്ന് തന്നെ പറയാം. ഇപ്പം നിങ്ങൾ തന്നെ എടുത്താൽ മതി. നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. എത്ര ആളുകൾ റെഗുലറായി മോക്ക് ടെസ്റ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, റെഗുലറായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് പഠിക്കുന്നുണ്ട്, ഈ ഒരു 140 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തുന്നുണ്ട് നോക്കുക. നിങ്ങളൊരു 7 പേര് ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരാൾ പോലും ഉണ്ടാവില്ല 140ലേക്ക് എത്തിയ. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10%ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാൻസ്. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചാൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയ ഈ ജോലിയിലേക്ക് എത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും സാധ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടി പാടില്ല. 10% ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 90% കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ 10%ന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവനെ കിട്ടുള്ളൂ എന്നും കൂടെ നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്താലോ ആരും നിങ്ങൾക്ക് ജോലിയൊന്നും കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. അവിടെ നിങ്ങളതായുള്ള എഫേർട്ട് ആവശ്യമാണ്. ഞാൻ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ SSC CGLൻ്റെ മാത്സ് എങ്ങനെ പഠിക്കണം എന്നതുമായി ബന്ധപ്പെട്ട്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ, GK ഒക്കെ ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒന്നെടുത്ത് കണ്ടു നോക്കാൻ ശ്രമിക്കുക. അതിൽ കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ പ്രാക്ടീസസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അത് സക്സസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ഈ ഒരു 140, 150 സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ഇപ്പോഴാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ വരുന്ന പരീക്ഷ ക്ലിയർ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ എന്നാൽ പോലും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു വർഷം കൂടെ നമ്മളെ മുന്നിലുണ്ട്. ഒരിക്കലും ഒരു വർഷം മുന്നിലുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ കൂളായിട്ട് ഇരിക്കാൻ വേണ്ടി പാടില്ല. വളരെ സീരിയസ് ആയി തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇനി ഞാൻ ഈ ഒരു സീരീസ് ഫ്രീ ആയിട്ട് നമ്മളെ യൂട്യൂബിലൊരു സീരീസ് ഉണ്ട്. ഈ സീരീസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ സ്ഥിരമായിട്ട് ഈ കണ്ടന്റുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ ഭാഗമായി പഠിക്കാൻ, ഫ്രീ ആയി പഠിക്കാനൊരു അവസരമുണ്ട്. ഇനി കൂടുതൽ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കണം, ദിശ അക്കാദമിയിലൊക്കെ വന്നിരുന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സംശയിച്ച് നിൽക്കുന്ന ആളുകളായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് പുഷ് തരാൻ പറ്റിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുക. ഒരു കാര്യം കൂടെ നിങ്ങളോട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഏജ് ലിമിറ്റ് വളരെ കുറവാണ്. അതായത് നമ്മളെ PSCക്ക് 40 വയസ്സുള്ളത് പോലെയൊന്നും ഏജ് ലിമിറ്റ് ഇവിടെ ഇല്ല. വളരെ ചെറിയ ഏജ് ലിമിറ്റാണ് ഉള്ളത്. അതായത് നിങ്ങൾക്കൊരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുള്ളൂ. അതിനുള്ളിൽ ജോലി വാങ്ങിയിട്ടുണ്ടാവണം. 2 വർഷം വരെ ഒന്നും പോകരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ ജോലി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അത് പറ്റും. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ ഒരു ജീവിതം അവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ 40 വയസ്സ് വരെ പഠിച്ചിട്ട്
പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കൃത്യമായ ഒരു സമയം ഫിക്സ് ചെയ്ത് വെക്കുക. ഈ സമയത്തിനുള്ളിൽ ഞാൻ ജോലി വാങ്ങുന്നുള്ളത് തീരുമാനിക്കുക. എന്നിട്ട് സിസ്റ്റമാറ്റിക്കായി പഠിക്കുക. ആ പഠിത്തത്തിൽ നിങ്ങൾക്ക് കിട്ടട്ടെ. അഥവാ അൺലക്കി ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു റിഗ്രറ്റും തോന്നരുത്. കാരണം ഒരുപാട് സമയം നമ്മളിവിടെ ചിലവാക്കിയിട്ടില്ല. ഇട്ടിട്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കുക, നമ്മൾ അടുത്തൊരു കരിയറിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ 10% ആളുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ബാക്കി 90% ആളുകൾക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അവിടെ അർത്ഥം. അപ്പോൾ ആ ഒരു ബോധവും നമ്മളെ മനസ്സിലുണ്ടാവണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാളത്തേക്ക് ട്രൈ ചെയ്യുക. ആൻഡ് ഫൈനലി ഒരൊറ്റ പോയിന്റ് കൂടെ പറയാം. നിങ്ങൾ CGL പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CGL മാത്രമല്ല എഴുതാൻ പറ്റുക, SSCൻ്റെ മറ്റെല്ലാ പരീക്ഷകളും എഴുതാനുള്ള സിലബസ് CGL കവർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ CGLലാണ് നിങ്ങൾക്ക് 10% സാധ്യത. CGLൻ്റെ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CHSL, MTS പോലുള്ള CPO പോലുള്ള എല്ലാ പരീക്ഷകളും എഴുതാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ റെയിൽവേൻ്റെ എക്സാമുകളായിട്ടുള്ള NTPC, ഗ്രൂപ്പ് ഡി പോലുള്ള എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എവിടെയും എഴുതാൻ പറ്റും. അപ്പോൾ CGL പഠിക്കുന്നത് മൊത്തത്തിൽ എല്ലാ പരീക്ഷകൾക്കും പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സാധ്യതകൾ നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും CGL പ്രിപ്പറേഷൻ ഒരു നെഗറ്റീവ് സാധനമല്ല. നമ്മൾ പ്രോപ്പറായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു ട്രാപ്പും അല്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നെഗറ്റീവ് തോട്ടുകളെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ലേണിംഗ്.